ഇതാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള അതിപുരാതനമായൊരു ഗുഹാക്ഷേത്രമാണിത്. ഈ കാണുന്ന വലിയ പാറക്കെട്ടിനുള്ളിലെ വലിയ ഗുഹയ്ക്കുള്ളിലാണ് അഗ്നിദേവനാൽ പ്രതിഷ്ഠിതമായ മഹാദേവൻ കുടികൊള്ളുന്നത്. 1600 വർഷത്തെ പഴക്കം കണക്കാക്കുന്ന ഈ ഗുഹാക്ഷേത്രം ഒരു കാലത്ത് ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും ഒക്കെ ധ്യാന കേന്ദ്രങ്ങളായിരുന്നു. ഈ വലിയ പാറക്കെട്ടിന് മുകളിൽ ഒരിക്കലും വറ്റാത്തതും ആഴം കണക്കാക്കിയിട്ടില്ലാത്തതുമായ ഒരു വലിയ തീർത്ഥക്കുളവുമുണ്ട്. ഈ പുരാതനമായ ഗുഹാക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളും രഹസ്യങ്ങളുമുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടുപരിചയിച്ചിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം. കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള അതിപുരാതനമായിട്ടൊരു ഗുഹാക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഗുഹാക്ഷേത്രം. ഏതാണ്ട് 1600 വർഷത്തെ പഴക്കമാണ് അവരിതിന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയ പാറക്കെട്ടിനുള്ളിലെ ഗുഹയ്ക്കുള്ളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഏതാണ്ട് 24 അടിയോളം വലിപ്പവും 18 അടിയോളം ഉയരവുമുള്ള ഒരു വലിയ ഗുഹാമുഖമാണിത്. 6 അടിയോളം വലിപ്പമുള്ള സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന് ദർശനമെങ്കിലും ഈ ഗുഹാമുഖം തുറന്നിരിക്കുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിൻ്റെ വടക്ക് ഭാഗം മാത്രമേ നമുക്ക് ദർശിക്കാൻ കഴിയൂ. പാർശ്വമുഖ ദർശനമുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രം കൂടിയാണിത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നുകൂടിയാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഐതിഹ്യപ്രകാരം അഗ്നിദേവൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നൊരു കഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്നിദേവൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരിക്കും അത്രേ. മഴക്കാലത്തും മഴക്കാറുള്ളപ്പോഴും ഒന്നും ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും പതിവില്ല. ഈ പണ്ട് കാലത്ത് ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ തപസ് ചെയ്തിരുന്ന ഗുഹാമുഖമാണെന്ന് പറയുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ശിലാലിഖിതങ്ങളും ശില്പങ്ങളും ഒക്കെ ഇന്നും ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. വളരെ അത്ഭുതമായിട്ട് ഈ പാറക്കെട്ടിന് മുകളിലായിട്ട്, ഈ ശ്രീകോവിലിന് മുകളിലായിട്ട് ഒരു വലിയ തീർത്ഥക്കിണർ കാണാം. എത്ര വേനൽക്കാലാണെങ്കിലും അതിലെ ജലം വറ്റുകയും പതിവില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആഴവും ഇന്നും അളക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹാമുഖത്തിൻ്റെ നിർമ്മാണകാലത്ത് ഉണ്ടായ അവശിഷ്ടങ്ങളായിരിക്കണം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുറേയേറെ പാറകഷ്ണങ്ങൾ കൃത്യമായിട്ട് മുറിച്ച നിലയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഒരു വലിയ പാറയും ആ കൂടെ കാണാം. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കൃത്യമായിട്ട് മുറിച്ച പോലെയാണ് ആ പാറ ഇരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് അവരെന്ത് ടെക്നോളജി ഉപയോഗിച്ചായിരിക്കണം ഈ ഒരു പാറകൾ മുറിക്കാനൊക്കെ ഉപയോഗിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതമാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഘടനകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ വളരെ പ്രത്യേകതയാണ്. സാധാരണ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനും വലിയമ്പലത്തിനും പുറത്തായിട്ടാണല്ലോ കാണുക. എന്നാൽ ഇവിടെ ഈ ഒരു പാറക്കെട്ടായതുകൊണ്ട് തന്നെ ഈ പാറക്കെട്ടിന് പുറത്തായിട്ടാണ് ഈ ബലിക്കല്ലുകളെല്ലാം, അകത്തെയും പുറത്തെയും ബലിക്കല്ലുകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരു പൂജാരിയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ആളുകൾ ധാരാളമായിട്ടിങ്ങനെ പാളയം കയറി നടക്കിക്കൊണ്ട് സമർപ്പിക്കണം കണ്ടു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ ശ്വാസകോശ സംബന്ധമായ, അതായത് ശ്വാസം മുട്ടിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ പാളയം കയറും കൊണ്ടുപോയി നടക്കി വയ്ക്കുകയും പാള കൊണ്ടുള്ള ഈ കയറ് കൊണ്ടുള്ള തുലാഭാരമൊക്കെ ഇവിടെ വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കയറ് ആരും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവില്ല, അത് അവിടെ വെച്ച് തന്നെ നശിച്ചു പോകണമെന്നാണ് നിയമം. അപ്പോൾ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒരുപാട് രഹസ്യങ്ങളും ഒക്കെ ഈ ക്ഷേത്രത്തിനുണ്ട്. നമുക്ക് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ തെക്ക് കിഴക്കായി മണലിപ്പുഴയുടെ തീരത്തുള്ള തൃക്കൂർ എന്ന പ്രകൃതി മനോഹരമായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശത്തുള്ള ഒരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. രാവിലെ മേയാൻ വിട്ട അദ്ദേഹത്തിൻ്റെ പശു സന്ധ്യയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനാൽ അന്വേഷിച്ചിറങ്ങിയ അദ്ദേഹം പശുവിനെ ഒരു ഗുഹയിൽ കണ്ടെത്തുകയും ആ ഗുഹയ്ക്കുള്ളിൽ അതീവ തേജസ്സാർന്ന ഒരു ശിവലിംഗം കാണുകയും ചെയ്തു. ഇതുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ നമ്പൂതിരിയെ വിവരമറിയിക്കുകയും അങ്ങനെ നമ്പൂതിരിയും നാട്ടുകാരും ഒന്ന് പരിശോധിച്ചപ്പോൾ ഇതൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലാവുകയും ദേവപ്രശ്ന വിധിപ്രകാരം ദേവചൈതന്യം തിരിച്ചറിഞ്ഞ് പൂജകളും മറ്റും ആരംഭിക്കുകയും ചെയ്തു. അന്ന് കണ്ടെത്തിയ അതേ ശിവലിംഗം തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ക്ഷേത്രം കണ്ടെത്തിയതിൻ്റെ പേരിലാവാം ദൃക്പുരം എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്.
പിന്നീടത് ലോപിച്ച് കാലക്രമേണ ദൃക്പുരം തൃക്കൂർ എന്നായി മാറുകയും ചെയ്തു. വലിയ പാറ തുരന്നെടുത്ത് നിർമ്മിച്ച ഒരു ഗുഹയാണിത്. ഏതാണ്ട് 24 അടി നീളവും 18 അടി വീതിയും 18 അടി ഉയരവുമുള്ള ഭീമാകാരമായ ഒരു ഗുഹയാണിത്. കിഴക്കോട്ട് ദർശനമായുള്ള സ്വയംഭൂവായ ശിവലിംഗത്തിന് ഏതാണ്ട് 6 അടിയോളം ഉയരവും 2 അടിയോളം വ്യാസവുമുണ്ട്. കാമദേവനെ വധിച്ച ശേഷം ക്രോധമടങ്ങാത്ത ശിവനായാണ് പ്രതിഷ്ഠാസങ്കല്പം. അതിനാൽ 3-ാം തൃക്കണ്ണ് തുറന്ന ഭാവമായി കണക്കാക്കുന്നു. ഒരിക്കൽ കിഴക്ക് ഭാഗത്ത് നടയുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ചില അനർത്ഥങ്ങൾ കണ്ടതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത്. എങ്കിലും അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗമാണിത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. അഗ്നിദേവൻ സദാ ഭഗവാന്റെ കൂടെ സാന്നിധ്യം ചെയ്തിരിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ മഴക്കാലത്തും മഴയുള്ളപ്പോഴും ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറുമില്ല. ചരിത്രകാരന്മാരുടെ കണ്ടെത്തലനുസരിച്ച് 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താവാം ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. ബുദ്ധ-ജൈന മതവുമായി ബന്ധപ്പെടുത്തുന്ന ഒരുപാട് ശിലാലിഖിതങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ അവർ നിർമ്മിച്ചതാവാം ഈ ഗുഹാക്ഷേത്രം. ക്ഷേത്രത്തിലെ ചില ശില്പങ്ങളും ആ ഒരു നിഗമനത്തിലേക്കാണ് എത്തിക്കുന്നത്. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രത്തെ സുരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ അതിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രത്തിന് പ്രാധാന്യം ഊഹിക്കാവുന്നതേയുള്ളൂ. പാലിയം ഗ്രൂപ്പ് ദേവസ്വത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം. ഭൂനിയമം പ്രാബല്യത്തിൽ വന്നതോടെ പാലിയത്തേക്കുള്ള വരുമാനം നിലച്ചുപോയതുകൊണ്ട് ക്ഷേത്രകാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നത് തൃക്കൂർ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റാണ്. ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം പെരുവനം കുന്നത്ത് പടിഞ്ഞാറേടത്ത് മനയ്ക്കാണ്. അങ്ങയുടെ പേര്? എൻ്റെ പേര് ഹരി എന്നാണ്. അപ്പോൾ അങ്ങ് ഇവിടെ വളരെ കാലമായിട്ട്? ഒരു 10-30 കൊല്ലമായിട്ടുണ്ട്. 95 മാർച്ച് തൊട്ടുണ്ട്. തൃക്കൂക്കാരനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അമ്പലത്തിന് ഒരുപാട് പ്രാധാന്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഒരു വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരാമോ? അല്ല, എനിക്കറിയാവുന്ന ഇപ്പോൾ രേഖയിലൊന്നും ഇല്ല ഇവിടെ പല കാര്യങ്ങളും. ഇവിടെ പുഴയുടെ അക്കര കോനിക്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 2 ഇല്ലങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇതിലായിരുന്നു. അവരുടെ പശുവിനെ കാണാതെ കണ്ട് വന്നപ്പോൾ അവിടുത്തെ കാര്യസ്ഥനായിട്ടുള്ളൊരു കുന്നപ്പള്ളി നായർ എന്ന് പറഞ്ഞ അദ്ദേഹം പശുവിനെ അന്വേഷിച്ചു വന്നു. അങ്ങനെ ഗുഹ കണ്ടു എന്നും അതിൻ്റെ ഉള്ളിൽ ജ്വലിക്കണ ശിവലിംഗം കണ്ടു എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രേഖയിലൊന്നും എഴുതി ഉണ്ടാക്കി വെച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല. ഗുഹയുടെ ഉള്ളിൽ കണ്ടു എന്നാണ്. അപ്പോൾ അവർ പിന്നെ അതിൻ്റേതായിട്ടുള്ള മറ്റുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ അതിന് വേണ്ട കലശോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാന്നുള്ള നിലയ്ക്ക് അവർ ആണ് അത് കൊണ്ടു നടന്നിരുന്നതെന്നും പിന്നീടുള്ള കാലം കൊണ്ട് പാലിയത്തോര് ഒരു അധികാര രൂപേണ അവർ മേടിച്ചെടുത്തു എന്നൊക്കെയാണ് പറയണത്. അവരുടെ നല്ല കാലം വന്നപ്പോൾ പാലിയത്തോരുടെ അങ്ങനെ കേമായിട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ പാലിയത്തെ ഭരണകാലത്ത്. അതായത് അത്രയും പാറാവുകാരും അതൊക്കെ ആയിട്ട് 5 പൂജ, എല്ലാവരും 3 ശാന്തിക്കാർ, 3 ഭാര്യമാർ, 3 മാരാന്മാർ, 3 ഷാരം, അങ്ങനെയില്ലേ. എത്രയും കേമായിട്ട് നടന്നിരുന്നൊരു ഇതായിരുന്നു. പിന്നീട് ഈ ഭൂനിയമൊക്കെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശോച്യാവസ്ഥയിൽ ഭൂനിയമകാലം വന്നപ്പോൾ ഒന്ന് ക്ഷയിച്ചു. 108 ശിവാലയങ്ങളിൽ പെടുന്നതാണ് അല്ലേ? ശ്രീരാമൻ്റെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു അഗ്നിദേവൻ്റെ ഒരു ദേവനാണ് പ്രതിഷ്ഠിച്ച് നടത്തി. അപ്പോൾ സ്വയംഭൂവാണ്. പക്ഷേ എങ്കിലും ഈ ഇവിടെ ഇപ്പോൾ പ്രശ്നവശാലൊക്കെ കാണുന്നത് കാമദഹനം കഴിഞ്ഞിരിക്കുന്ന ശിവൻ എന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയേക്കണത്. എന്നോട് ഇവിടുത്തെ മുൻ തലമുറകളിൽ പറ്റ 2-3 ആൾക്കാരും പറഞ്ഞേക്കണത് എന്താ വെച്ചാൽ സതീദഹനം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. സങ്കടവും ക്രോധവും, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് തൃക്കൂരപ്പൻ ഇരിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ ദാമ്പത്യ ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. അല്ല അങ്ങനെ ഇപ്പം ഞാൻ തന്നെ അതിൽ അനുഭവസ്ഥനാന്നർത്ഥം. നമുക്കത് പറയാൻ എടുക്കേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ അതിപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും ഒരു ചെറുതായിട്ടൊരു വിഷമിതാവസ്ഥയിലൊക്കെയാണ് ഞാൻ ഇവിടെ വന്നത്. അതിലൊക്കെ മാറ്റം കുറേ വന്നു. അപ്പോൾ അങ്ങനെ അത് ആ ഒരു സങ്കല്പമാണ് ഞാൻ വിചാരിക്കാറും മനസ്സിൽ പൂജ കഴിക്കുമ്പോഴും മറ്റുള്ള മറിച്ച് നമുക്ക് ആ ഒരു അനുഭവം കൂടി ഉള്ളപ്പോൾ. പക്ഷെ പലരും ഇപ്പോൾ പ്രശ്നവശാലൊക്കെ ഇപ്പോൾ കാമദഹനം കഴിഞ്ഞിരിക്കണു, രൗദ്രതയുണ്ട്. നമ്മളില്ലേ ഈ സതീദഹനം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ രൗദ്രത ഉണ്ടാവുമല്ലോ. പക്ഷേ ക്രോധമുണ്ട്, സങ്കടമുണ്ട്, സ്വന്തം അങ്ങനെ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിവിടെ 4 ഇതായിട്ടുള്ള ആൾക്കാർ നമ്മളിവിടെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു തന്ന ആ ഒരു ഇതും കൂടി വെച്ചിട്ടാണ്. പിന്നെ കയറെടുത്ത് വെക്കലാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട്. ശ്വാസം മുട്ട് കൊണ്ട് അനുഭവിക്കുന്ന ഒരു നാട്ടുവൈദ്യം പോലെയാണ് തൃക്കൂരപ്പനെ കണക്കാക്കണേന്നർത്ഥം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് സംഖ്യയൊന്നും അതിനില്ല. നമുക്ക് ഇഷ്ടമുള്ള പൈസ പണ്ടായത്തിലിടാം. എന്നിട്ട് കയറ് പ്രാർത്ഥിച്ചു. കയറൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമോ? കൗണ്ടറിലും കൂടെ പറയണ്ട, അവിടെ ആൾക്കാർക്ക് എടുത്ത് വെക്കാം. അപ്പം പണ്ടായത്തിൽ പൈസ കിട്ടുമെന്ന് മാത്രമേ അല്ല. അതും അല്ല ചിലപ്പോൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടമാനം കൊണ്ടുവന്നിടും. ഇല്ല ഇനിയിപ്പോൾ 50 പൈസ അല്ലെങ്കിൽ അങ്ങനെയില്ലേ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് സംഖ്യ ഒന്നുമില്ല. ആ കഴിക്കണ ആളുടെ പേരിൽ ധാര കഴിക്കണം എന്ന് പറയാം. അതിപ്പോൾ കൗണ്ടറിൽ ഷീട്ടാക്കും. അതിനിപ്പോൾ
നട വടക്കോട്ടാണ്, പാർശ്വദർശനമാണ്. അതായത് നേരിട്ട് ദർശനം ചെയ്യാനുള്ള, അതായത് നേരിട്ട് കണ്ടാൽ ദഹിച്ചു പോകും, അത്രയും ഇതാണ് ഇരിക്കണേന്നർത്ഥം. അപ്പോൾ അതാണ് ഈ പാർശ്വദർശനമായിട്ടുള്ളൊരു സങ്കല്പം. നമ്മളിപ്പോൾ ഇടത്തെ ഒരാണ് തൊഴുന്നത്, കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളുടെ ഇടത്തെ സൈഡാണ് നമ്മളിപ്പോൾ വിളക്ക് വെപ്പും അലങ്കാരങ്ങളൊക്കെ ആ സൈഡിലാണ്. ഇവിടെ ഇതാണെന്നർത്ഥം, പാറയാണ്, ഗുഹയാണ്. അപ്പോൾ അത് കാരണം പിന്നെ ഉള്ളിൽ പ്രദക്ഷിണം പറ്റില്ല, ഗുഹയായ കാരണം. ബലിക്കല്ലുകളൊക്കെ പുറത്താണ്. ഇപ്പോൾ ഉത്സവം അങ്ങനെയുള്ള ശിവേലിക്കൊക്കെ തൂവാൻ എല്ലാ കല്ലുകളും ഇതായിട്ട് അങ്ങനെ കണക്കാക്കി തൂവാൻ വെച്ചാൽ ഒരു പുതിയതായിട്ടൊരു തന്ത്രി വന്നാൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ അല്ലെങ്കിൽ പഴയ ആൾക്കാർ ആരാച്ചാൽ അവർ പറഞ്ഞു കൊടുച്ചാൽ, അല്ലെങ്കിൽ അറിയില്ല ഏതൊക്കെ കല്ലുകളാണുള്ളത്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇനി അകത്തൊരു പാർവതിയുടെയും ഗണപതിയുടെയും പാർവതിയില്ല, അകത്ത് ഗണപതി ഉണ്ട്. അത് തൃക്കൂരപ്പൻ്റെ പിന്നിലായിട്ട് ഒരു ഇരിക്കണ ഗണപതി, ഒരാൾ പൊക്കം, അത്രയുണ്ട് നൃത്തം. ആയുധങ്ങളോടൊക്കെ കൂടി നല്ലോണം ചുമരുമ്മ ഇതായി പറയില്ലേ, ധനിച്ച് നിൽക്കുക എന്ന് പറയില്ലേ, അത്രയും ഇതോടുകൂടി ഇരിക്കുന്ന ഒരു ഗണപതിയാണ്. പിന്നെ തൃക്കൂരപ്പൻ്റെ പിന്നിലും മുമ്പിലും 2 ദ്വാരപാലകന്മാർ ആയുധങ്ങളോടൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അത് നല്ലോണം ഇതായിട്ട് ഇതായിട്ട് ഈ തൂണ് ഇതായിട്ട് നിൽക്കണ പോലെ നല്ലോണം ഇതായിട്ടാണ് നിൽക്കണേ നൃത്തം, കൊത്തി ശരിക്കും ഇതായിട്ടുള്ള. അങ്ങനെ 2 ദ്വാരം, അതും ആയുധങ്ങളോട് കൂടിയിട്ട് കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ചില ആയുധങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അല്ല അങ്ങനെ അതിപ്പോൾ ഗണപതിയുടെയും ചില ആയുധങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്, കുറേ കാലങ്ങളായിട്ടുള്ള ഇതാണ്. അങ്ങനെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ശ്രീകോവിലിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും എന്നെ സംബന്ധിച്ചൊരു സന്തോഷം, ശ്രീലാകത്ത് ഇഷ്ടംപോലെ സ്ഥലം, പിന്നെ തടപ്പള്ളിയും ശ്രീകോവിലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്. നമുക്ക് മറ്റുള്ള നേരിട്ട് ശ്രീലാകത്തേക്ക് തടപ്പള്ളിയിൽ നിന്ന് മറ്റു എല്ലാ മലകളിലും പുറത്തിറങ്ങി ജനങ്ങളോട് മാറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ. ഇവിടെ നമ്മുടേതായിട്ടുള്ള ജോലിക്ക് ഒരു വിഘ്നമില്ല. നേരെ നമുക്ക് ജനങ്ങളായിട്ടൊരു അവരൊക്കെ പുറത്താണ്, നമുക്ക് ഈ നമ്മുടേതായിട്ടുള്ള ജോലി മഴ കൊള്ളണ്ട. മറ്റതൊക്കെ മറ്റുള്ള പല സ്ഥലങ്ങളിലും ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങി മഴ കൊണ്ട് ചിലപ്പോൾ തടപ്പള്ളിക്ക് ഇല്ല, എന്നിട്ട് ഓടുക, തൊടാൻ ആൾക്കാർ വരുമെന്ന് പേടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇവിടെ അങ്ങനെ ഒരു ഇതില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലികൾ ഭംഗിയായിട്ട് നടത്താം. ഇനിയിപ്പോൾ ഈ കിഴക്ക് ഭാഗത്തായിട്ടേ അവിടെ മുഖമണ്ഡപം പ്രത്യേകമുണ്ടോ? വേറെ കിഴക്ക് മുഖമണ്ഡപമില്ല അല്ലേ? വടക്ക് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഓഹോ, അവിടെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് നമ്മൾ ആ പൂജാസ്ഥാനത്ത് നേരിട്ട് നമ്മൾ തടപ്പള്ളിലേക്ക് കയറണം അല്ലേ? അവിടെ ഒരു ചെറിയ വാതിലുണ്ട്. ഓഹോ, ഈ ഗുഹാമുഖത്തിന് ഏകദേശം എത്ര അടി? ഒരു ഏകദേശം കണക്ക് ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. അറിയാം, 24 അടി ഉണ്ട് നീട്ടം, 25 അടി ഉണ്ടാവും. അങ്ങനെ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഒരു ഇപ്പോൾ ഒരു 10 അടി പൊക്കം ഉണ്ടാവും. ഇപ്പോൾ ഞാനൊക്കെ ഒരു 5-6 ഉണ്ടാവില്ല, അതിനേക്കാളും അത്രയും കൂടി ഉണ്ടെന്ന് അർത്ഥം. ശിവലിംഗം ഒരാൾ പൊക്കമുണ്ട്. അതിൽ പകുതി പീഠമാണ്, പീഠ ഇറക്കിയേക്കണതാണ്. ക്ഷേത്രത്തിലൊരു ദർശനക്രമം വെച്ചിട്ടുണ്ട്. പുറത്തുകൂടി പ്രദക്ഷിണം വെച്ച് അകത്തേക്ക് കയറുന്ന രീതിയിലാണിത്. നമുക്ക് ആ രീതിയിൽ തന്നെ പുറത്ത് പ്രദക്ഷിണമായി ഓരോന്നും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അകത്തേക്ക് കയറാം. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ തൃക്കൂറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്തു നിന്ന് വരുമ്പോൾ പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ മരത്താക്കര എന്ന ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ നിന്ന് വലത്തേക്കുള്ള വഴിയിലൂടെ ഏതാണ്ടൊരു 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന് മുന്നിലേക്കെത്താം. പ്രധാന പാതയുടെ വലതുവശത്തായി ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ ഒരു വലിയ കവാടം കാണാം. സമീപത്തായി വലിയൊരു ആൽവൃക്ഷവും നിൽപ്പുണ്ട്. 81 പടികൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ മുൻവശത്തായി തന്നെ മറ്റൊരാൽമരം കൂടിയുണ്ട്. ചുറ്റുമതിലോടുകൂടിയ ക്ഷേത്രമതിലകമാണ്. വഴിയുടെ താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. മുൻവശത്തായി അധികം പഴക്കമില്ലാത്ത ഒരു ഇരുതലഗോപുരവും കാണാം. വലതുവശത്തായി ഓഡിറ്റോറിയവും സ്ഥിതി ചെയ്യുന്നു. കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് വലിയൊരു ആനപ്പന്തലാണ്. 8 ഭീമൻ തൂണുകളോടുകൂടിയ ഈ ആനപ്പന്തലിൽ 5 ആനകളെ വരെ സുഖമായി എഴുന്നള്ളിക്കുകയും ചെയ്യാം. ഓടുമേഞ്ഞിരിക്കുന്ന ഈ ആനപ്പന്തലിന് അത്യാവശ്യം നീളവും വീതിയുമുണ്ട്. തൂണുകളിലെല്ലാം വിവിധ ദേവീദേവന്മാരുടെ മനോഹരമായ ചിത്രങ്ങളും വരച്ചു ചേർത്തിരിക്കുന്നു. ആനപ്പന്തലിന് മുൻപിലായി ഒരു വലിയ ദീപസ്തംഭമുണ്ട്. വിശേഷ അവസരങ്ങളിലാണ് ഇതിൽ ദീപം തെളിക്കുക പതിവ്. അതിനുമപ്പുറം വലിയ ചെമ്പ് കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുകളിലായി ഭഗവാന്റെ വാഹനമായ നന്ദി പ്രതിഷ്ഠയും. ഇത്തരമൊരു നിർമ്മിതി ആയതുകൊണ്ട് ഇവിടെ വലിയ ബലിക്കൽ പുര നിർമ്മിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തുറസായ സ്ഥലത്താണ് വലിയ ബലിക്കൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വലിയ ബലിക്കലിനും അപ്പുറത്തെ കറുത്ത പാറക്കെട്ടിന് മധ്യഭാഗത്തെ ഗുഹയിലാണ് ഭഗവാൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത്. സാധാരണ പോലെയാണെങ്കിൽ നമുക്കിവിടെ നിന്നും നേരിട്ട് അകത്തേക്ക് പ്രവേശിക്കാം. പക്ഷേ ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ നിന്നും പ്രദക്ഷിണമായി വരുമ്പോൾ പാറക്കെട്ടിന് മുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി കിഴക്കോട്ട് ദർശനമായി ഒരു കൊച്ചു ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ നിത്യവും അഭിഷേകവും നിവേദ്യവും കറുകമാല ചാർത്തലുമൊക്കെ പതിവുണ്ട്. ഗണപതിയുടെ മുൻവശത്തായി ഒരു മണ്ഡപം കാണാം. ഇവിടെ 30 വെള്ളിയാഴ്ചകളിൽ ഗണപതി ഹോമവും പതിവുണ്ട്.
തൻ്റെ പേരിലുള്ള ഹോമം ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നൊരു വിശ്വാസത്തിലാണത്. ഗണപതിയെ ദർശിച്ച് പ്രദക്ഷിണമായി പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ തെക്കുഭാഗത്തായി മുകളിൽ മാതൃശാലയോടുകൂടിയ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ കാണാം. സാധാരണ ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തായി ബലിക്കല്ലുകളുടെ രൂപത്തിലാണല്ലോ സപ്തമാതൃക്കളുടെയും ഗണപതിയുടെയും വീരഭദ്രൻ്റെയും ഒക്കെ പ്രതിഷ്ഠകൾ കാണുക പതിവ്. ഇവിടെ ബലിക്കല്ലുകൾ കൂടാതെ സാകാര വിഗ്രഹ പ്രതിഷ്ഠകളുമുണ്ട്. വടക്കോട്ടാണ് ദർശനം. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ സാകാര വിഗ്രഹങ്ങളോടുകൂടിയ മാതൃശാലകൾ കാണുകയുള്ളൂ. ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി ഈ മൂർത്തികളാണ് സപ്തമാതൃകൾ. മുൻപിലായി കിഴക്ക് ഭാഗത്ത് വീരഭദ്രൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തായി ഗണപതിയുടെയും പ്രതിഷ്ഠയുണ്ടാവും. ഇവിടെ വീരഭദ്രനും ഗണപതിക്കും സാകാര വിഗ്രഹങ്ങളില്ല. ഇവിടെ നിന്നും അല്പം മുകളിലേക്ക് കയറിയാൽ അവിടെ മറ്റൊരത്ഭുതം കാണാനുണ്ട്. ഈ പാറക്കെട്ടിന് പുറത്ത് ശ്രീകോവിലിന് നേരെ മുകളിലായി ഒരു തീർത്ഥക്കുളമുണ്ട്. ഏത് കൊടിയ വേനലിലും ഇത് വറ്റാറില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഗർത്തത്തിന് ഏതാണ്ട് 9 അടിയോളം വീതിയുണ്ട്. താഴോട്ട് പോകുന്തോറും വീതി കുറഞ്ഞു വരികയും ചെയ്യും. തീർത്ഥക്കിണർ എന്ന് പറയുമെങ്കിലും ഇതിലെ ജലം ആരും ഉപയോഗിക്കാറില്ല. ശ്രീകോവിലിന് നേരെ മുകളിലായതുകൊണ്ട് ഗംഗാദേവി എന്നൊരു സങ്കല്പവുമുണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടു വടക്കുപുറയായി ഒരു ചെറിയ മതിൽക്കെട്ട് കൂടി കാണാം. പ്രതിഷ്ഠാസ്ഥാനമായതുകൊണ്ട് അവിടെ ആരും ചവിട്ടാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭാഗം കെട്ടിത്തിരിച്ചിരിക്കുന്നത്. അവിടെ അക്കാര്യം എഴുതി വെച്ചിട്ടുമുണ്ട്. ഇവിടെ നിന്നാൽ തൃക്കൂർ ഗ്രാമത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകൾ ഏറ്റവും മനോഹരമായി ആസ്വദിക്കാനും കഴിയും. ഈ ഭാഗത്തായി കാണുന്നത് ശാസ്താവിൻ്റെയും നിർവൃതിയുടെയും അനന്തൻ്റെയും ബലിക്കല്ലുകളാണ്. ആലോചിച്ച് നോക്കൂ, ഇവിടെ നിത്യശൈവേലി കൂടി ഉണ്ടായിരുന്നെങ്കിലത്തെ അവസ്ഥ. നിത്യവും 3 നേരവും ഈ പാറക്കെട്ട് മുഴുവനായി 9 പ്രദക്ഷിണം വേണ്ടിവരും. ഒരു കാലത്ത് ഇവിടെ നിത്യശൈവേലി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് എന്തോ കാരണത്താൽ നിന്നു പോയതാണ്. പക്ഷേ ഉത്സവകാലത്തെ ശ്രീഭൂതബലിക്കും ഉത്സവബലിക്കുമൊക്കെ ഇതൊക്കെ വേണം താനും. ഇവിടെ നിന്ന് താഴേക്കിറങ്ങിയാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു സർപ്പക്കാവുണ്ട്. അവിടെ പ്രത്യേകം നടപ്പന്തലുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നാഗരാജാവും നാഗേക്ഷിയും ചിത്രകൂടവും അടങ്ങുന്ന ഒരു ചെറിയ കാവാണിത്. എല്ലാ മാസവും ആയില്യത്തിന് 100 പാലും പൂജകളുമൊക്കെ ഇവിടെ പതിവുണ്ട്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി താഴേക്കിറങ്ങിപ്പോകുന്ന 126 പടികളുണ്ട്. പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെല്ലുന്നത് മണലിപ്പുഴയുടെ തീരത്തേക്കാണ്. പുഴയുടെ തീരത്തായി പുറയങ്കാവ് എന്ന പേരിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. ഉഗ്രശക്തിയോടുകൂടിയ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മധ്യകേരളത്തിലെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് പേര് കേട്ട 18 കാവുകളിൽ ഒന്നാണിത്. മതിൽക്കെട്ടോടുകൂടി കിഴക്കോട്ട് ദർശനമായ ഒരു കൊച്ചു ക്ഷേത്രം. മുൻവശത്തായി വലിയൊരു ആൽമരം തണൽ വിരിച്ചു നിൽക്കുന്നുമുണ്ട്. ഉപദേവന്മാരായി ഗണപതിയും അയ്യപ്പനും നവഗ്രഹങ്ങളും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് പുറകിലായി ഒരു കടവുണ്ട്. ഇവിടെയാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ 18 കാവുകളിലെ അരക്കാവാണിത്. എന്തുകൊണ്ടാണിത് അരക്കാവായി കണക്കാക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വെച്ച് സവിശേഷമായ ക്ഷേത്രങ്ങളാണ് 18 കാവുകൾ. വർഷങ്ങൾക്ക് മുൻപ് സാമൂതിരി ശാക്തേയ വിധിപ്രകാരം നിർമ്മിച്ച് പൂജ ചെയ്തു പോന്ന ഏറനാട്ടിലെ 19 കാളീക്ഷേത്രങ്ങളാണ് 18 കാവുകൾ. സാമൂതിരിയുടെ 18 കാവുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നതും. അതിലെ അരക്കാവാണിത് എന്നുള്ളതും കൗതുകമുണർത്തുന്നു. നമസ്കാരം, ഞാൻ രാമകൃഷ്ണൻ, ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പം നമ്മുടെ ഈ മുകളിലത്തെ മഹാദേവ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പലമാണ് ഇതല്ലേ? മഹാദേവ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട അമ്പലമാണ്. അപ്പോൾ അവിടെ ആറാട്ട് നടക്കുക, മഹാദേവൻ്റെ ആറാട്ട് ഈ പുഴയിലാണ് നടക്കാറ്. ഇത് കുറുമാലിപ്പുഴയാണ്. കുറുമാലിപ്പുഴയാണ്. അപ്പോൾ മഹാദേവൻ്റെ ഉത്സവം 8 ദിവസമാണ്. 8ാം ദിവസം ഇവിടെയാണ് ആറാട്ട് നടക്കുക. ഗംഭീരമായിട്ട് ധാരാളം ജനങ്ങൾ വരും. അങ്ങനെയൊക്കെയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃക്കൂര് പുറയങ്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇവിടെ ഇത് 18 കാവിൽപ്പെട്ട ക്ഷേത്രമാണ്. 18 കാവിൽ അരക്കാവ് എന്നറിയപ്പെടും. ഈ 18 കാവിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ 18 കാവ് എന്ന പ്രത്യേകത 18 ക്ഷേത്രങ്ങളുണ്ട്, ഭഗവതി ക്ഷേത്രങ്ങളുണ്ട് 18. അപ്പോൾ അതിലൊരു അരക്കാവ് എന്ന് പറയുന്നത് കാളിയും ദുർഗയും കൂടിയിട്ടുള്ള ഒരു സംയുക്ത ഭാവമാണ്. അതാണ് അത് അരക്കാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ആ അരക്കാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദുർഗയുടെ ഭാവവും രാവിലെ ദുർഗയുടെ ഭാവമുണ്ട്, വൈകിട്ട് കാളിയുടെ ഭാവമുണ്ട്. ഇവിടെ കളമെഴുത്തുപാട്ട് മണ്ഡലകാലത്ത് 11 ദിവസം കളമെഴുത്തുപാട്ട് നടക്കും.
അവിടെ പാട്ടമ്പലുണ്ട്, ഭദ്രകാളിക്ക് കളം എഴുതി പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കാളിയുടെ സങ്കല്പമാണ് പ്രധാനമായിട്ടും ഇവിടെ ആചരിക്കുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ ആഘോഷങ്ങൾ വരാറുണ്ട്. അപ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്ന് അങ്ങനെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരും. ഇവിടെ നിന്നും മുകളിലേക്ക് പടികൾ കയറി പോകുമ്പോഴുള്ള പരിസര കാഴ്ചകളും മനോഹരമാണ്. ധാരാളം മരങ്ങളും മറ്റും നിറഞ്ഞ് ഹരിതാഭ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും അല്പം ഒരു ആശ്വാസം ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇവിടം. ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ്. പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു കാഴ്ചയുണ്ട്, അതുകൂടി ഒന്ന് കാണാം. അത്ഭുതം തന്നെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതി. ഈ വലിയ പാറ തുറന്നെടുത്ത് ഇത്രയും വലിയ ഒരു ഗുഹ നിർമ്മിക്കാൻ അന്ന് അവരെന്ത് സാങ്കേതികവിദ്യയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നതും ഒരു അത്ഭുതമാണ്. പടിഞ്ഞാറേ വാതിലിന് പുറത്തായി കൃത്യമായി മുറിച്ചെടുത്തതുപോലെ ഒരു വലിയ പാറ ഇരിക്കുന്നതാണ്. അത് മറിഞ്ഞു പോവാതിരിക്കാനായി താഴത്തെ ചെരുവുകളിൽ വലിയ പാറക്കല്ലുകൾ വെച്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുഹാനിർമ്മാണ കാലത്ത് മുറിച്ചെടുത്ത പാറക്കഷ്ണങ്ങളായിരിക്കാം ഇവിടെ കൂടിക്കിടക്കുന്നത്. കാവുകളിൽ നിന്ന് ക്ഷേത്രാരാധനയിലേക്ക് കടക്കുന്ന കാലത്താവാം ഇത്തരം ഗുഹാക്ഷേത്ര നിർമ്മിതികൾ ഉണ്ടാകുന്നത്. വലിയ പാറകൾ തുരന്നുള്ള ഗുഹാക്ഷേത്രങ്ങൾ ഒരു കാലത്ത് കേരളത്തിൽ നിർമ്മിച്ചിരുന്നു. വലിയ തൂണുകളും മുഖമണ്ഡപവും ഗർഭഗൃഹവും മറ്റു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം ഒരേ ശിലയിൽ നിർമ്മിച്ചിരുന്ന കേരളത്തിലെ ഈ ഗുഹാക്ഷേത്രങ്ങൾക്ക് മാതൃകയായിരുന്നത് പല്ലവരുടെയോ പാണ്ഡ്യരുടെയോ ഗുഹാക്ഷേത്രങ്ങളായിരുന്നു. കരൂരിലെ ചേരന്മാരുടെ താവഴിക്കാരായ മഹോദയപുരം ചേരന്മാരുടെയും പാണ്ഡ്യസാമന്തരായിരുന്ന ആയി രാജാക്കന്മാരുടെയും കാലത്താണ് ഇവിടെയും ഗുഹാക്ഷേത്രങ്ങളുണ്ടായത്. പാണ്ഡ്യരാജാവായ ചേഴിയൻ ചേന്തനായിരുന്നു തെക്കൻ തമിഴകത്തിൽ ഗുഹാക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ അജന്ത, എല്ലോറ, കാർലെ, കൺഹേരി തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗംഭീരങ്ങളായ പാറ തുറന്നുള്ള ഗുഹാക്ഷേത്രങ്ങൾക്ക് സമാനമായ ദേവാലയങ്ങൾ എന്നാൽ ഇവിടെ ഉണ്ടായില്ല. 6-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ചാലൂക്യന്മാർ വാതാപിയിൽ നിർമ്മിച്ച ഗുഹാക്ഷേത്രങ്ങളുടെ സ്വാധീനത്തിലാണ് മഹേന്ദ്രവർമ്മനും പിൻഗാമികളും AD 600-630 കാലഘട്ടത്തിൽ പിള്ളയാർപട്ടിയിലും മാമല്ലപുരത്തും മറ്റും ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും മഹേന്ദ്രവർമ്മൻ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ചെങ്കൽപ്പെട്ടിലെ മണ്ടകപ്പാട്ട് എന്ന സ്ഥലത്തുള്ള ഒരു ഗുഹാക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൽ താൻ ഇത്തരം ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും എഴുതി വച്ചിട്ടുണ്ട്. ഇഷ്ടികയിലും മരത്തിലും ലോഹത്തിലും കുമ്മായത്തിലുമൊക്കെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ കാലാകാലം നിലനിൽക്കില്ലാത്തതുകൊണ്ടാണ് പാറ തുറന്നുള്ള ക്ഷേത്രങ്ങൾ ഇനി മുതൽ നിർമ്മിക്കുവാൻ പോകുന്നതെന്നായിരുന്നു ഈ ശിലാലിഖിതത്തിലെ ഉള്ളടക്കം. ഇതിനെ മണ്ടകപ്പാട്ട് വിളംബരം എന്നാണ് പറയുന്നത്. പ്രാചീന കേരളത്തിൽ പ്രസിദ്ധമായ 10ഓളം ഗുഹാക്ഷേത്രങ്ങളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അവയെ 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തെക്കേ അറ്റത്തുള്ള വിഭാഗത്തിൽ തിരുനന്തിക്കര, വിഴിഞ്ഞം, തുവരൻകാട്, ഭൂതപ്പാണ്ടി എന്നിങ്ങനെയും മധ്യഭാഗത്തുള്ളവ കവിയൂർ, കോട്ടുക്കൽ, ഐരൂർപ്പാറ, കല്ലിൽ ഗുഹാക്ഷേത്രം എന്നിവയും വടക്കുഭാഗത്തുള്ളവ ഇരുനിലംകോട്, തൃക്കൂർ, ഭരതൻപാറ എന്നിവയുമായി കണക്കാക്കുന്നു. കേരളത്തിലെ ആദ്യകാല ക്ഷേത്രങ്ങളായി കണക്കാക്കാവുന്ന ഈ ഗുഹാക്ഷേത്രങ്ങൾ AD 800 മുൻപ് നിർമ്മിച്ചതാവാം. ശൈവാരാധനയും ഇത്തരം ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യാ ശൈലിയെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. തെക്കൻ പ്രദേശത്തെ ഗുഹാക്ഷേത്രങ്ങൾ പാണ്ഡ്യ ശൈലിയിലുള്ളതും വടക്കൻ പ്രദേശത്തുള്ളത് പല്ലവ ശൈലിയിലുള്ളതുമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗം നിറയെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളുമൊക്കെ നിറഞ്ഞ് വലിയൊരു കാടാണ്. നിറയെ പക്ഷികളും കാട്ടുജീവികളുമൊക്കെ ഇതിനുള്ളിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗം മതിൽക്കെട്ടിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അധികം വിസ്താരമില്ല. അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളിപ്പുകളും മറ്റും അല്പം ബുദ്ധിമുട്ടാണ്. ഉത്സവകാലത്തെ കാഴ്ച ശ്രീബലിയുടെയും മറ്റും സമയത്ത് ദേവനെ എഴുന്നള്ളിച്ചിരിക്കുന്ന ആന മാത്രമാണ് ഇതിലെ പ്രദക്ഷിണം വെച്ച് പോവുക പതിവ്. മറ്റാനകളെയെല്ലാം ആനപ്പന്തലിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രദക്ഷിണ വഴിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഗണപതി, അയ്യപ്പൻ, അന്തിമഹാകാളൻ, ഭദ്രകാളി, ദുർഗ, ചാമുണ്ടി എന്നിങ്ങനെ 6 മൂർത്തികളുടെ പ്രതിഷ്ഠകളുണ്ട്. ഇവിടെ തൊഴുതതിന് ശേഷം തെക്ക് വശത്തുള്ള പടികൾ കയറി നാലമ്പലത്തിലേക്ക് ചെല്ലാം. ഇവിടെ വടക്ക് ഭാഗത്താണ് ഗുഹാമുഖം തുറന്നിരിക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്ക് ദർശനമായും. കാമദേവനെ വധിച്ച ശേഷം ക്രോധമടങ്ങാത്ത ശിവനായാണ് പ്രതിഷ്ഠാസങ്കല്പം. കിഴക്കോട്ടാണ് ഭഗവാന്റെ ദർശനമെങ്കിലും വടക്കു ഭാഗമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക. ഈശാനൻ, തൽപുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാതൻ എന്നിങ്ങനെ 5 മുഖങ്ങളാണ് ഒരു ശിവലിംഗത്തിന്. ഇതിൽ വടക്കു പാർശ്വം വാമദേവനാണ്. ഭഗവാന്റെ ഉഗ്രതയ്ക്ക് ഒരു ശമനം കൊണ്ടുവരാനായി ശ്രീ പാർവതീദേവിയുടെ ഒരു സങ്കല്പവും ശ്രീകോവിലിനുള്ളിലുണ്ട്.
ദേവിക്കായി പിൻവിളക്ക് കൊളുത്തുന്നതും വിശേഷമാണ്. ശ്രീകോവിലിൽ ശിവലിംഗത്തിൻ്റെ പുറകുവശത്തായി കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ ഒരു വലിയ രൂപം പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം 4 അടിയോളം ഉയരം വരുന്ന ഈ രൂപം നമുക്ക് പുറത്തുനിന്നും കാണാനാവില്ല. ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ഭാഗത്തായി 2 ദ്വാരപാലകരും മുഖമണ്ഡപത്തിൽ അതീവ ചൈതന്യമുള്ള ഒരു വൈഷ്ണവസാളഗ്രാമവുമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീകോവിൽ ഒരു ഗുഹയായതുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും സാധ്യമല്ല. ഇവിടെ ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റിയല്ല വലിയമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. പകരം ശ്രീകോവിലിൻ്റെ വടക്കു ഭാഗത്തു നിന്നാണ് വലിയമ്പലം തുടങ്ങുന്നത്. വടക്ക് ഭാഗത്തായി 16 കരിങ്കൽ തൂണുകളിൽ നിർമ്മിച്ച ധാരാളം കൊത്തുപണികളോട് കൂടിയ ഒരു വലിയ നമസ്കാര മണ്ഡപവുമുണ്ട്. കരിങ്കല്ല് പാകിയ വിസ്താരമായ തിരുമുറ്റം. വടക്ക് ഭാഗത്തായി കൂത്തുമാടവും രംഗശാലയുമുണ്ട്. നവരാത്രി കാലത്ത് സരസ്വതി പൂജയും ഉത്സവകാലങ്ങളിൽ ചാക്യാർകൂത്തുമൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അകത്തേക്ക് കയറി വരുന്ന ഇടനാഴിയുടെ വലതു ഭാഗത്താണ് നിത്യവും ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഒക്കെ നടക്കുക. വടക്കേ വാതിൽമാടത്തിൽ വെച്ചാണ് ക്ഷേത്രത്തിലെ തുലാഭാരം വഴിപാട് നടക്കുക. ധാരാളം വസ്തുക്കൾ കൊണ്ട് തുലാഭാരം നടത്താറുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനം കയറുകൊണ്ടുള്ളതാണ്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഇത് വളരെ പ്രധാനമായിട്ടാണ് കരുതുന്നത്. കയർ തന്നെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും. കയർ തിരുനടയിൽ സമർപ്പിക്കുന്നതും പ്രധാനമാണ്. പക്ഷേ വഴിപാടിന് ശേഷം ഈ കയർ ആരും തിരിച്ചു കൊണ്ടുപോകാറില്ല. അത് ഇവിടെ വെച്ച് തന്നെ നശിച്ചു പോകണമെന്നാണ് നിയമം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഈ വഴിപാടിനായി ഇവിടെ എത്താറുണ്ട്. ആയുർവേദത്തിൽ ഇത്തരം ചികിത്സാ രീതിയെ ദൈവവിഭാശ്രയ ചികിത്സ എന്നറിയപ്പെടുന്നു. പിന്നെ സാധാരണ ശിവക്ഷേത്രങ്ങളിലെ പോലെ ധാര, ശംഖാഭിഷേകം, പിൻവിളക്ക്, നെയ്വിളക്ക്, പുഷ്പാഞ്ജലികൾ എന്നിവയും പ്രധാനമാണ്. രോഗശമനത്തിനായി ഇവിടെ നടത്തിവരുന്ന മൃത്യുഞ്ജയ ഹോമവും പ്രധാനമാണ്. പിന്നെ വേറെ ഇവിടുത്തെ വിശേഷങ്ങൾ, മറ്റ് പ്രധാന വഴിപാടുകൾ മകരമാസത്തിൽ തിരുവാതിരയ്ക്ക് ആറാട്ട് വരാൻ നോക്കണം. 8 ദിവസം മുമ്പ് കൊടി കയറും. അത് ചിലപ്പോൾ ഉത്രട്ടാതിയാവാം, ചിലപ്പോൾ രേവതിയാവാം. ഈ നാൾ മുറിച്ചിൽ വരുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ. ചിലപ്പോൾ ധനുമാസത്തിലാവാം. മകരത്തിൽ തിരുവാതിരയ്ക്ക് ആറാട്ട് വരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് 8 ദിവസം മുമ്പ് കൊടി കയറും. പിന്നെ ഉള്ളൊരു വിശേഷം തുലാമാസിൽ, അതും ഈ പറഞ്ഞ പോലെ തുലാമാസിൽ തിരുവാതിരയുടെ അന്ന് കളപ്പം. അതിന് 12 ദിവസം മുമ്പ് പഞ്ചഗവ്യം തുടങ്ങും. പഞ്ചഗവ്യ അഭിഷേകം. അത് ഔഷധ ഗുണമുള്ളൊരു ഇതായിട്ടാണ്. അത്രയും ജനങ്ങൾ ധാരാളം ഒരു മരുന്ന് അല്ല അങ്ങനെയില്ലേ, അത് വന്ന് സേവിച്ച് കഴിക്കുന്നത് ഉദര രോഗങ്ങളും മറ്റും അതുപോലെ ഗർഭിണികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് ഈ 7 ദിവസത്തെയോ അല്ലെങ്കിൽ 12 ദിവസത്തെ ഭജനായിട്ട് അങ്ങനെ സേവിക്കണ ഇത് പതിവുണ്ട്. പഴയ കാലത്തൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ വരുന്നത് സേവിക്കേണ്ടില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഒരു നിഷ്കർഷ കുറവുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. പണ്ടതിലെ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ വന്ന് അതിന് അതുവേണ്ടി കാത്തു നിന്ന് അങ്ങനെയില്ലേ ആ ഒരു ഇതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ അല്ല, ജനങ്ങൾക്ക് അറിയില്ല. അത് പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, പഴയ കാലത്ത് പോലെ നിയമവും ചിട്ടയും നോക്കൽ കുറേ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ഇതുണ്ട് എന്നർത്ഥം. എന്നാലും ധാരാളം ആൾക്കാർ വഴിപാടുകളായിട്ട് നടത്തുന്നുണ്ട് ഈ പഞ്ചഗവ്യം. പണ്ടൊക്കെ ഒരാളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാമൂലായിട്ട് ഇങ്ങനെ ഓരോ കുടുംബക്കാരുടെ വക. പിന്നീട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ല, നമുക്കിപ്പോൾ ഇത് 150 രൂപയാണ് ഒരു ചാർജ് അന്ന് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടില്ല, വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ തികയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആകെ ജനകീയമാക്കാം എന്ന് പറഞ്ഞു കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചു. പലർക്കും നടത്താം. അപ്പോൾ പലരുടെ ആയി. അങ്ങനെ അതും ഇപ്പോൾ ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 35 ഒക്കെ ഒരു ദിവസം ഉണ്ടായ ദിവസങ്ങളുണ്ടെന്ന് പഞ്ചഗവ്യം. ഇപ്പം ഇത് തയ്യാറാക്കുന്നതിന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇത് ഈ പഞ്ചഗവ്യം തയ്യാറാക്കുന്നില്ല, സാധാരണ പഞ്ചഗവ്യം തന്നെയുള്ളൂ. അത് പൂജിച്ച് ആടുന്നു മാത്രമേ തന്നെയുള്ളൂ. അതങ്ങനെ 12 ദിവസം ഉണ്ട്. അതും ഇതുപോലെ ചിലപ്പോൾ കന്നിമാസത്തിൽ തുടങ്ങും. ഈ തുലാമാസത്തിൽ തിരുവാതിരയ്ക്ക് കളഭം വരണം. അപ്പോൾ തുലാമാസം ആദ്യം തിരുവാതിര വന്നാൽ കന്നിമാസത്തിൽ തുടങ്ങുമല്ലോ, 12 ദിവസം മുമ്പ് തുടങ്ങുമല്ലോ. അങ്ങനെ അതും തുടങ്ങും. പിന്നെ കർക്കിടക മാസത്തിൽ മറ്റേ ഇത് ഇല്ലന്നറ പുത്തിരി അങ്ങനെയുണ്ട്. പിന്നെ ശിവരാത്രിക്ക് അത്ര പ്രാധാന്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉത്സവം കഴിഞ്ഞാൽ ഉടനെ ആവും ശിവരാത്രി. അപ്പോൾ പരിപാടികളൊന്നും ഇല്ല, എങ്കിലും ഇപ്പോൾ സംഗീത ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ, ഇവിടെ ഈ ക്ഷേത്രം പണ്ട് കാലത്ത് ഈ ക്ഷേത്രം കണ്ടെത്തിയ ഒരാളുടെ ഒരു സങ്കല്പത്തിൽ ഇവിടെ ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ വായിച്ചു. ഒരു പഴയ എന്തോ ഒരു പോത്തോട്ടം എന്ന് പറഞ്ഞ ആചാരമൊക്കെ ഇവിടെയല്ല അല്ലേ? ഇവിടെ പഴയ കാലത്തുള്ള ഈ ആർക്കിയോളജി ഇതായിട്ട് നോക്കുകയാണ് ഒരുപാട് പ്രാധാന്യമുള്ള. അപ്പോൾ പഴയ കാലത്ത് എന്തെങ്കിലും ശിലാലിഖിതങ്ങളോ അങ്ങനെ പ്രത്യേകതയുള്ള വട്ടെഴുത്തോ? എവിടെയാ? മണ്ഡപത്തിലാണോ? താഴത്തെ ആ പുറയങ്കാവുമായിട്ട് ബന്ധമുണ്ടോ? ക്ഷേത്രമായിട്ട് ബന്ധം മകളായിട്ടാണ് കൊല്ലത്തിലൊരിക്കൽ കുംഭഭരണിയുടെ അന്ന് ഇവിടെ വന്ന് ഇറക്കി. അത് കുറേ കാലം മുടങ്ങി കിടന്നു. ഇപ്പതേ വീണ്ടും എല്ലാ കൊല്ലവും വരുന്നുണ്ട്. ഇവിടെ വന്ന് ഒരു ഇറക്കി പൂജ നടത്തി പോകും. കൂടിപ്പൂജ ഉണ്ട് ഇവിടെ വെച്ചല്ലേ? മണ്ഡപത്തിൽ വെച്ച് പൂജയുണ്ട്. ആറാട്ടും താഴത്തെ കടവില തന്നെയാണല്ലേ? ഇതിലെ ഇറങ്ങി പോകും. ഇതിലാണ് ആറാട്ട് വഴി.
അപ്പം അന്ന് ഈ ബാല്യത്തെ ഭരണകാലത്ത് മുമ്പിൽ പാറാവുകാരോ അങ്ങനെ കേമായിട്ടാണ് പോയിരുന്നത്. അല്ല ഈ ഒരു രാജീയ പ്രൗഢിയോട് കൂടിയാണ് തൃക്കൂരപ്പൻ ആറാട്ടിന് എഴുന്നള്ളിലും അങ്ങനെയെല്ലാം പള്ളിയോടത്തിൽ തൊട്ട് ഇങ്ങോട്ട് കാലത്ത് എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്ന ദിവസം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അഗ്നിദേവൻ കൂടെ എന്നാണ് പ്രതിഷ്ഠിച്ച അഗ്നിദേവനാണ്. അപ്പോൾ ശിവേലിയുള്ള കാലത്ത് ഇപ്പം ഒന്നുമില്ല, മഴക്കാലത്ത് പുറത്തേക്ക് തിടമ്പ് എഴുന്നള്ളിക്കില്ല. അതായത് ഇടവം 15 തൊട്ട് 15 വരെയാണല്ലോ പഴയ ഒരു മഴക്കാലം. ഇപ്പം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേങ്കിലും ഈ ഇടവം 15 തൊട്ട് 15 വരെ പുറത്തേക്ക് എഴുന്നള്ളിക്കില്ല. പിന്നെ മഴയുടെ ഒരു ലാഞ്ചന തോന്നിയാൽ എവിടെയെങ്കിലും ഇപ്പോൾ പടിഞ്ഞാറ് ഇപ്പോൾ ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിച്ചു, അവിടെ വെച്ചാണ്ട് മഴ തുടങ്ങിയെന്ന് വിചാരിക്കും. അല്ലാത്ത കാലത്ത് മഴ വരികയാണെങ്കിൽ തൃക്കൂരപ്പൻ അതിൽ കൂടെ ഇങ്ങോട്ട് കയറുന്നതാണ്. അപ്പം നമ്മൾ പ്രദക്ഷിണം മുഴുവനാക്കില്ല. തൂവലൊക്കെ ഉണ്ട്, മേശാന്തി അല്ലെങ്കിൽ തന്ത്രിക്കുള്ള പണിയൊക്കെ ഉണ്ട്. ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിക്കും. മഴ കൊള്ളാൻ പാടില്ല. അതായത് അകത്ത അഭിഷേകങ്ങളൊക്കെ ധാരാളം ആവാട്ടോ, വെള്ളം കൊണ്ടുള്ള അഭിഷേകങ്ങളും പ്രകൃതിയാൽ ഉള്ളത് പാടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഏത് നടയിൽ വെച്ചാണോ മഴ കൊള്ളണമെന്ന് വെച്ചാൽ അല്ല മഴ തുടങ്ങണമെന്ന് വെച്ചാൽ അവിടെ കയറ്റും. അതൊരു ഇതായിട്ടാണ് കാണുന്നത്. മകരമാസത്തിലൊന്നും പിന്നെ മഴ പെയ്യില്ലല്ലോ. പക്ഷേ ഒരു കൊല്ലം അങ്ങനെ ഉത്സവകാലത്ത് ചെയ്തു. അത് ചെയ്തു വെച്ചാൽ അത് ഇവിടെ ഇത്തിരി അപകടങ്ങളൊക്കെ അങ്ങനെ ഓടലും മറ്റു മറ്റൊക്കെ ഉണ്ടായ കൊല്ലം. ഈ അകത്തെ ബലിക്കല്ലുകളും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കണം അല്ലേ? അതായത് ഇപ്പോൾ അറിയാവുന്ന അകത്ത് കിടക്കണതൊക്കെ അകത്തെ, പുറത്ത് കിടക്കണതൊക്കെ പുറത്ത്, അങ്ങനെ അല്ല ഒരുമിച്ചാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ? കണ്ടു വലിയ വലിയ കല്ല് അവിടെ ചെന്ന് ആകാൻ തളിക്കും. ഈ തന്ത്രം പഠിച്ചു വന്നേക്കണ ആളെ ഇത് എന്ത് ഏതൊക്കെ കല്ല എന്താന്നുള്ളത് അറിയാൻ. അപ്പോൾ ഇതായും അതായത് ഈ ഒരു മൂലയിലൊക്കെ അതാ 3 കല്ല് കൊടുത്തിരിക്കണം, അതാണല്ലേ? എല്ലാം ഒരുമിച്ചാണ് കൊടുത്തിരിക്കണം. അപ്പോൾ ആ പ്രദർശനം കഴിഞ്ഞ് വന്നു വേണം വീണ്ടും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വൈശ്രവണനകത്താണ് സാധനം, സോമൻ കൂടെയാണ് എല്ലാം ഈ വടക്ക് താഴെയാണ്. അതെ, അത് രണ്ടും കൂടി അവിടെ വെക്കണേ. അതുപോലെ ഇവിടെ ഈശാനൻ, ബ്രഹ്മാവ്, അങ്ങനെയില്ലേ? അപ്പൊ എല്ലാം കൂടി കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ പുതിയൊരാൾക്ക്. അത് ക്രമത്തിനായിട്ടേക്കണേ, അകത്തേയും പുറത്തേയും. ഇനി വേറെന്താ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ എന്തെങ്കിലും? പാണ്ഡുവിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നവരാത്രി പ്രധാനമാണ്. പിന്നെ കൊല്ലത്തിൽ സപ്താഹം നടത്തുന്നുണ്ട്. ഇപ്പൊ കൂത്തൊക്കെ പതിവുണ്ടോ ഇവിടെ? കൂത്തിപ്പോ ഈ അഷ്ടമംഗല്യ പ്രശ്നത്തില് 2 കൊല്ലം 2013 അങ്ങാണ്ടുണ്ടായിട്ട് ഒരു തവണ ഒരാളുടെ വഴിപാടായിട്ട്. പിന്നെ കമ്മിറ്റിയുടെ വകയായിട്ട് ഒരു തവണ നടത്തുകയുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നാളിപ്പോൾ 2020 ഒരു അഷ്ടമംഗല്യ പ്രശ്നം ഉണ്ടായി. 2022 അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വേദപാരായണം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊല്ലത്തിലൊരിക്കൽ ഇത് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വകയായിട്ട് ഇതിപ്പോൾ ഒരു മാസം മുമ്പ് ഒരു കൂത്ത് നടത്തുകയുണ്ടായി. പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിന് എന്താ ഒരു പഴക്കം? അവർ വന്ന് നോക്കിയപ്പോൾ രാവസുകാരുടെ അഭിപ്രായം എന്താ പറയുക? 1500 പറയുന്നുണ്ട്. ഈ പഴയ ജൈന ബുദ്ധന്മാരുടെയൊക്കെ ആ ഒരു ബന്ധം പറയുന്നുണ്ടല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലിഖിതങ്ങൾ കൂടാതെ ആ കാലത്ത് ആ ഒരു ശൈലിയിലുള്ള എന്തെങ്കിലും കൊത്തുപണികളോ ശില്പങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഇല്ല അല്ലേ? അല്ല, എനിക്ക് എൻ്റെ അറിവിലില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ പാറയുടെ മുകളിലൊരു കിണറുണ്ട്. അത് വെള്ളം പറ്റില്ല. അല്ല, അതൊരു പ്രത്യേകതയാണല്ലോ, വെള്ളം പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് നേരെ ശ്രീകോവിലിനായിട്ട് ബന്ധിക്കുക, നേരെ താഴേക്ക് പോയിരിക്കുകയാണോ? അതെ. ആഴം കണക്കാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? വടക്കുന്നാലിലെ കൊക്കറിനായിട്ട് അതിന് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓ, അപ്പോൾ ശ്രീകോവിലിൻ്റെ ആ ഒരു ഗുഹാമുഖത്തിന് പുറത്താണ് അതിൻ്റെ സ്ഥാനം അല്ലേ? ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഈ രൂപത്തിലാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ഇത് ചോദിച്ചു അങ്ങനെ അന്വേഷണം വന്നപ്പോൾ പലരും പറഞ്ഞത് നടുക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ തൃക്കൂരപ്പനെ നേരിട്ട് കണ്ട് തൊഴാനുള്ള ഇത് അല്ല അത്രയും ഇതില്ല. അപ്പോൾ ഈ കണ്ണാടി നോക്കി തൊഴുക എന്നുള്ളതാണ് ഒരു സങ്കല്പം. പക്ഷേ ഇപ്പോൾ കണ്ണാടിയൊക്കെ ഒന്ന് പോയി. അപ്പോൾ സ്ഥാനം അവിടെ ആയിരുന്നിരിക്കും അല്ലേ ഇത് വെച്ചിരുന്നത്? ഓഹോ, നടക്ക് നേരെ ആയിരുന്നിരിക്കും അല്ലേ? ഓഹോ. അതിപ്പോൾ ഇവിടെ പൂജയ്ക്ക് വന്ന തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച ഒരാൾ ഞാൻ എന്നോട് പറഞ്ഞതെന്നർത്ഥം. നമുക്കറിയില്ല. അങ്ങോട്ട് പറഞ്ഞത് അതിൻ്റെ സങ്കല്പം ആയിരിക്കണം എന്നാണ്. അത്രയും എല്ലാ ഒരു ഇതിൽ എല്ലാ ആൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തുള്ള അതിൽ പറഞ്ഞത്. ചിലപ്പോൾ ഇതുപോലെ ഒരു സംവിധാനം വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പം അല്ലേ? മഹാക്ഷേത്രം എന്ന നിലയിലാണ് ഇവിടെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിത്യവും 5 പൂജകളുണ്ടാവും. അതുപോലെ സന്ധ്യാദീപാരാധനയ്ക്ക് നടയടയ്ക്കാറില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അഭിനവ വിവേകാനന്ദൻ എന്ന പേരിൽ പ്രസിദ്ധനായ സ്വാമി രംഗനാഥാനന്ദ തൃക്കൂറിലാണ് ജനിച്ചത്. അതുപോലെ നിരവധി വാദ്യകലാകാരന്മാർക്കും തൃക്കൂർ ഗ്രാമം ജന്മം നൽകിയിട്ടുണ്ട്. ചെണ്ടമേളത്തിൽ വിദഗ്ധരായ കോരപ്പള്ളി കുഞ്ചുമാരാർ, കിഴിയേടത്ത് രാമമാരാർ, മാക്കോത്ത് നാരായണമാരാർ, പൂക്കാട്ടിരി ദിവാകര പെരുമാൾ എന്നിവരും മദ്ദളപ്രമാണികളായ കിഴിയേടത്ത് കൃഷ്ണൻകുട്ടിമാരാർ, കിഴിയേടത്ത് ഗോപാലൻകുട്ടിമാരാർ എന്നിവരും അവരിൽ ചിലരാണ്. വാദ്യകലകളിൽ കേമന്മാരായ ഒരു യുവനിര തന്നെ ഇപ്പോഴും തൃക്കൂരിലുണ്ട്. ശ്രീ പുറയങ്കാവ് ഭഗവതി ക്ഷേത്രം, വാരിയത്തൊടി മഹാവിഷ്ണു ക്ഷേത്രം, മണ്ണത്ത് ക്ഷേത്രം,
പാലത്തിക്കര ക്ഷേത്രം, മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം, അയ്യപ്പൻകുന്ന് ശാസ്താ ക്ഷേത്രം ഇവ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴേടങ്ങളായി കണക്കാക്കപ്പെടുന്നു. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് പുതിയൊരു അധ്യായവുമായി കാണാം.